ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ദോശ ഉണ്ടാക്കാം. മുത്താരി അരച്ചിട്ടാണ് കേട്ടോ, പഞ്ഞിപ്പുല്ല് മുത്താരി എന്നൊക്കെ പറയും. നമുക്ക് ദോശ കൊണ്ട് ഒഴിക്കാം. നല്ല സൂപ്പർ ദോശയാണ് കേട്ടോ. എന്താ പഞ്ഞിപ്പുല്ല് കൊണ്ടുള്ള ദോശ സൂപ്പറാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ അസുഖങ്ങളും ഷുഗറുകളും ഒക്കെ അല്ലേ ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാരും ഷുഗറുള്ളവരാണ്. അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയത് രാവിലെ വയറ് നിറച്ച് കഴിക്കാം. പഞ്ഞിപ്പുല്ലിൻ്റെ ഒരു ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, അതിനെന്തെങ്കിലും ഒരു കറി, ചമ്മന്തി ആയാലും മതി. ഒത്തിരി എണ്ണ തൂക്കാം. ഇതിലേക്ക് ഒരു പഴമുണ്ട്, മുറിച്ച് വെച്ചേക്കുന്നതാണ്, 2 കഷ്ണം. മുട്ടയുണ്ട്. ഇത്ര സൂപ്പറായി നോക്കി. നല്ല എന്താ സ്പോഞ്ച് പോലുള്ള ദോശ. കുറേ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. സൂപ്പർ ദോശയാണ്. നല്ല മയത്തല്ലേ. ഇച്ചിരി കാന്താരി ചമ്മന്തി ഇതിലേക്ക് വയ്ക്കാം. കാന്താരിയും തേങ്ങ ഉള്ളി ഒക്കെ കൂടി വെച്ച ചമ്മന്തിയാണ്. ഇങ്ങനെ വയ്ക്കാം, കഴിക്കാം.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുത്താരിയും കൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കുക. ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അരി അടുപ്പിടാം. അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി കൊണ്ടുവരാം. അരിൻ്റെ വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അരി അങ്ങോട്ടിടാം. നമുക്ക് ഈ പാല് കാച്ചാൻ വയ്ക്കാം. ഇതാണ് പാല്. 1/2 ലിറ്റർ പാല് നമ്മൾ വാങ്ങുന്നുണ്ട്. അത് നമുക്ക് കാച്ചാം. ഇതിൽ നിന്ന് കാച്ചിയെടുത്ത പാലിൻ്റെ നെയ്യാണ് നമ്മളെടുക്കുന്നത്. നമുക്കിത് കാച്ചാൻ വയ്ക്കാം. പാല് നല്ലോണം വെന്തതിന് ശേഷം ഇതവിടെ അനക്കാതെ വയ്ക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. ഈ പാല് തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഇതിൻ്റെ നെയ്യ് എടുക്കുന്നത്. നല്ലോണം നെയ്യ് കിട്ടും. ആ നെയ്യ് അവിടെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അത് ഉരുക്കാനുള്ള നെയ്യാവും. അങ്ങനെയാണ് നമ്മൾ ഉരുക്ക് നെയ്യ് നമ്മളിവിടെ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. പാല് നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കട്ടെ. നമ്മൾ ഇട്ട അരി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പിട്ടിട്ട് ഇത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് നമ്മൾ കുക്കറിലുമാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് നല്ലോണം തിള വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അടപ്പിടുക. നമ്മൾ ഇതങ്ങോട്ട് ഓഫാക്കുക. അതങ്ങനെ ഇരുന്ന് വേവും. നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് പാലൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫാക്കാം. അടച്ച് വയ്ക്കാം. തീ ഓഫാക്കി. പാല് നല്ലോണം തിളച്ചു. ചോറ് അരി വെന്തിട്ടുണ്ട്. നമുക്ക് ഊറ്റിയിടാം. ഇത് കോവയ്ക്ക, പച്ചമുളക്, ചേന, കുമ്പളങ്ങ, ക്യാരറ്റ്, പയർ. നമുക്കിതിങ്ങോട്ട് ഇടാം. പയർ, കോവയ്ക്ക, മുളക്, കറിവേപ്പില.
ക്യാരറ്റ്, കുമ്പളങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് ഇത്തിരി വെളിച്ചെണ്ണ. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവിയലിന് അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. അവിയലിന് കഷ്ണങ്ങൾ വളരെ കുറവാണ്. കുറച്ച് കഷ്ണങ്ങളുള്ള കഷ്ണങ്ങളും കൊണ്ട് ഒരവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയലിന് ഒരുപാട് കഷ്ണങ്ങൾ ഇതിനകത്ത് ചേർക്കാനുണ്ട്. പടവലങ്ങ, മുരിങ്ങക്കായാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത്. മുരിങ്ങക്കായാണ്. അപ്പം നമ്മളതൊന്നും അതിനകത്തില്ല. ഇത് ഇങ്ങനത്തെ ഒരു അവിയലാണ്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. ചേന കുറേ സമയം വേവ് കൂടുതലുണ്ടാവും ചേനയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേന അടിയിലിട്ടത്. ഇനി നമുക്ക് ഇതിന് അരയ്ക്കാനുള്ള സാധനം കൂടി എടുക്കണം. ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മളത് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തീയും കുറച്ച് വയ്ക്കണം. ചെറിയ തീയിൽ വേണം വേവാൻ. നമ്മൾ ഇട്ടില്ലായിരുന്നു. തേങ്ങ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ചതച്ചെടുക്കണം. ചതച്ചെടുക്കുക എന്നൊക്കെയല്ലേ പറയുക. ജീരകം ഇട്ടിട്ടുണ്ട്. 2 തരി മതി ജീരകം. പിന്നെ നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, നമ്മളതിലും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എരിവ് അധികമാവും. അപ്പോൾ അതുകൊണ്ട് ഇത് മതി. വേണമെന്നില്ല, എരിവ് അധികമായാൽ. വെളുത്തുള്ളി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ഇട്ടത്? ഒരു പച്ചമുളകിൻ്റെ ഒരു ചെറിയ കഷ്ണമുള്ളൂ ഇട്ടത്. പിന്നെ ഇതാ വെളുത്തുള്ളി, തേങ്ങ 1 മുറി തേങ്ങയുണ്ട്, അതാണ് ഇട്ടിട്ടുള്ളത്. 1 മുറി ഫുള്ളുമില്ല, ഇനി കാൽ ഭാഗം അവിടെ വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങേൻ്റെ 3/4 ഭാഗം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. 1/4 ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്രയും തേങ്ങ എടുത്തത്. ആ കഷ്ണങ്ങൾക്ക് ആവശ്യമായ തേങ്ങയാണിത്. ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. നമുക്കിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളെ ചോറൊക്കെ നമ്മൾ അരിയിട്ടായിരുന്നല്ലോ, ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റി വെച്ചു. നമ്മളിങ്ങനെ ചെറിയ അരിപ്പ പാത്രത്തിലാണ് ഊറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക്
മാറ്റി വയ്ക്കണം. നമ്മൾ ഈ പാത്രത്തിലേക്ക് ചോറെടുത്ത് വയ്ക്കാം. ചോറ് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കൊരു ചെറിയ അവിയൽ വയ്ക്കാം. എല്ലാവരും ശോഭാസ് കിച്ചൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് അവിയലിനുള്ളതാണ്. ചേന, കുമ്പളങ്ങ, പയറ്, കോവക്ക, പച്ചമുളക്, പിന്നെ ഇതിൽ കുറച്ച് വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് വരട്ടെ. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. എന്താ അവിയലിൻ്റെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയതാ. വെള്ളം വറ്റി വെന്തു. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, തൈര് ഒഴിക്കാം. ഇത് രണ്ടും വേണം. നമുക്കിതിലേക്ക് തൈര്, നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിക്കാം. നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടി എൻ്റെ മുകളിൽ കൂടി ഒഴിച്ചാൽ അവിയൽ പാകമായിട്ടുണ്ട്. അവിയൽ പാകമായി. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി അടച്ചിവിടെ വയ്ക്കാം. സൂപ്പർ അവിയലാണ്. എല്ലാവരും കഴിച്ചു നോക്കണം, വെച്ച് നോക്കണം, കഴിച്ചു നോക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ പാകം ചെയ്ത് അവിയലൊക്കെ പാകം ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതേപോലെ വെച്ച് നോക്ക്. പക്ഷേ ഇതിൽ കുറേ കഷ്ണങ്ങൾ കുറവാട്ടോ. ഇനിയും പിന്നെ അത് പറയണ്ട, ഒരുപാട് കഷ്ണങ്ങൾ കുറവാണ്. ഏറ്റവും വേണ്ടത് മുരിങ്ങയ്ക്കയാണ്. അതാണ് ഫസ്റ്റ് അതിനകത്ത് ഇല്ലാത്തത്. അപ്പോൾ ഇങ്ങനെയും അവിയൽ വയ്ക്കാം. എങ്ങനെയും അവിയൽ വയ്ക്കാം നമുക്ക്. ഈ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കുറച്ച് എന്താണോ കയ്യിലുള്ള അവിയലിന് പച്ചക്കറി ഉള്ളത് അത് വെച്ചിട്ട് അവിയൽ വയ്ക്കാം. അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ബൈ. അടുത്തൊരു വീഡിയോ കാണാം.